ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹം ബഹുമാനമുള്ള റവറൻഡ് യേശുദാസച്ചൻ, ഞങ്ങളോടൊപ്പം വേദിയിലായിരിക്കുന്ന സ്നേഹമുള്ള തങ്കരാജ് സാർവറുകളെ, അതോടൊപ്പം തന്നെ ഈ അനുഗ്രഹീതമായ കൺവെൻഷന് നേതൃത്വം നൽകുന്ന ശ്രീ യേശു വിജയം പാട്യക്കാല എന്ന പ്രാർത്ഥനാലയത്തിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, അതിൻ്റെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെ, പ്രത്യേക സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കുന്ന സ്നേഹമുള്ള വിനീത്, അതോടൊപ്പം തന്നെ ആശ ടീച്ചർ, ജോൺ പരുത്തിപ്പള്ളി, കൊച്ചമ്മ മകൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഇടവക സെക്രട്ടറി, ഇടവക കമ്മിറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം ഈ രാത്രിയിൽ അറിയിക്കട്ടെ. 45ാമത് സഭാദിനം ആഘോഷിക്കുന്ന CSA മണത്തോട്ടം ഇടവകയ്ക്ക് ഞങ്ങളുടെ CSA ഗോവിന്ദമംഗലം ഇടവകയുടെ പിറന്നാൾ ആശംസകൾ പ്രാർത്ഥനയോടെ നേരുന്നു. സർവീശ്വരൻ ഓരോ നാളും അനുഗ്രഹിച്ച ദൈവികമായ കൂട്ടായ്മകളിലൂടെ, ദൈവികമായ സാന്നിധ്യത്തിലൂടെ, ദൈവികമായ രക്ഷാപ്രവൃത്തികളിലൂടെ ഈ ഭാഗത്ത് ഈ സഭയെ സ്വർഗീയ ദൈവം ഉന്നതികളിൽ അനുഗ്രഹിച്ച് പകരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ആശംസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ എളിയവനായ എന്നെയും ഈ കൺവെൻഷൻ യോഗത്തിലേക്ക് വിളിക്കുവാൻ കാണിച്ച നല്ല മനസ്സിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു. മാത്രമല്ല, ഇന്നേക്ക് 2 വർഷങ്ങൾക്ക് മുൻപ് വരെയും CSA മുട്ടച്ചൽ ഇടവകയിലെ ശുശ്രൂഷകനായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ ഇടവകളിലുള്ള ഓരോ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഡിസ്ട്രിക്ട് തല, സഭാതല പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നതിന്, ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിക്കുന്നതിന്, ആ ശുശ്രൂഷകളിൽ ഉടനീളം കാണുന്ന ഒരു മുഖത്തെ കൂടെ കാണുന്നതിന്, പ്രിയ മാതാവിനെയൊക്കെ കാണുന്നതിന് ദൈവം നൽകിയ നന്മകളെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു. സർവീശ്വരൻ സർവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മുൻപിൽ സമയം പരിമിതമാണ്. പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വചന സന്ദേശം നിർവഹിച്ച് പ്രാർത്ഥനയോടെ സമാപനത്തിലേക്ക് എത്തുവാനും, തുടർന്ന് ഈ രാത്രികാലമുള്ള സുഖകരമായ ശാന്തമായ നിദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ നമുക്കായിരിക്കുകയും ചെയ്യാം. ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന വേദഭാഗം പഴയ നിയമത്തിൽ നിന്നും ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 34-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ചില വർഷങ്ങളിൽ നമുക്ക് അത് ചിന്തിക്കുവാനൊക്കെ ലഭ്യമായി തീരുന്ന ഒരു അനുഗ്രഹീതമായ വേദഭാഗമാകുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ആ വേദഭാഗങ്ങളിൽ 34 തുടങ്ങി 37 വരെയുമുള്ള അധ്യായങ്ങളിൽ പ്രത്യേക ഒരു ബാലനെ കുറിച്ചുള്ള സന്ദേശമാണ് അവിടെ നമുക്ക് ലഭ്യമായി തീരുന്നത്. വെറും 8 വയസ്സ് മാത്രമുള്ള പ്രായമുള്ള ഒരു ബാലൻ ഒരു രാജ്യത്തിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തുകൊണ്ട് ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുന്നതിനും, തൻ്റെ പിൻതലമുറക്കാരായ പ്രിയപ്പെട്ടവർ ചെയ്ത പ്രവൃത്തികൾ പിന്നാലെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. പ്രത്യേകം നാം മനസ്സിലാക്കുമ്പോൾ യോശിയാവ് എന്ന ബാലന്റെ പിതാവിന്റെ പേര് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 33-ാം അധ്യായം അതിന്റെ അവസാന ഭാഗം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമോൻ രാജാവിനെ കുറിച്ച്, ആമോൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 22 വയസ്സായിരുന്നു. അവൻ 2 സംവത്സരം യെരൂശലേമിൽ വാണു എന്നുള്ളത്. പ്രത്യേക അവൻ യെരൂശലേമിൽ വാണ 2 സംവത്സരക്കാലം അഥവാ 2 വർഷക്കാലമുള്ള പ്രവർത്തനങ്ങൾ ദൈവം എന്താണോ ചിന്തിച്ച് നിയോഗിച്ച് അയച്ചത് അതിന് വിപരീതമായ പ്രവർത്തനങ്ങൾ ചെയ്ത് അവനെ സേവിച്ചു നിന്ന, അവനെ ആരാധിച്ചു നിന്ന പ്രിയപ്പെട്ടവന്റെ തല ചിരച്ഛേദം ചെയ്യപ്പെട്ടു എന്ന വേദപുസ്തകം നമ്മെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. ആമോനെ കുറിച്ച് ആ വേദഭാഗങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണാനായിട്ട് കഴിയും. ദൈവത്തെ മറന്നവൻ എന്നുള്ളത്, വിഗ്രഹങ്ങളെ ആരാധിച്ചവൻ എന്നുള്ളത്, വിനയപ്പെടാത്തവൻ എന്നുള്ള നാമകരണങ്ങളാണ്
ഈ ആമോൻ രാജാവിനെ കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാകും, അച്ഛാ, ഈ 45-ാം സഭാദിനം ഇത്രമാത്രം സന്തോഷത്തോടെ നടത്തപ്പെടുമ്പോൾ എന്തിനാണ് ഈ ബാലന്റെ ചരിത്രവുമായി അച്ഛൻ വചന സന്ദേശം നിർവഹിക്കുന്നത് എന്നുള്ളത്? പ്രത്യേകം നാം ഓർക്കുക, ഈ ബാലനെ കുറിച്ചുള്ള ചരിത്രം നാം ഒരുപക്ഷെ നോക്കുമ്പോൾ പഴയ നിയമത്തിലെ ക്രിസ്തു എന്നും നമുക്ക് കാണാനായിട്ട് ഇടയായി തീരും. പ്രത്യേകം നാം താഴോട്ട് പോകുമ്പോൾ യേശു ക്രിസ്തുവുമായി താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് യേശു ക്രിസ്തുവുമായുള്ള പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലങ്ങളെ വിവരിച്ച് നിർത്തുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യോശിയാവ് എന്ന വാക്കിന് അർത്ഥം എന്നുള്ളത് യഹോവ സൗഖ്യമാക്കുന്നു എന്നുള്ളതാണ്. യാഹ്വേ ഹീൽസ് എന്നാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുക. അങ്ങനെയാണ് എങ്കിൽ യഹോവ സൗഖ്യമാക്കുന്ന യോശിയാവ് എന്ന നാമകരണം ചെയ്യപ്പെട്ടുകൊണ്ട് വേദപുസ്തകത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അത്രമാത്രം അനുഗ്രഹത്തോടുകൂടെ തനിക്ക് ലഭ്യമായിരിക്കുന്ന നിയോഗ ശുശ്രൂഷകൾ വളരെ അർത്ഥവത്തായി ചെയ്തു തീർക്കുവാനുള്ള ദൈവികമായ പദ്ധതിയും ദൈവികമായ ആലോചന കേട്ട് അനുഗ്രഹത്തോടെ പ്രവർത്തിച്ച യോശിയാവിനെ കുറിച്ചാണ് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 22-ാം അധ്യായം 21-ാം വാക്യവും 22, 20, 30-ാമത്തെ വാക്യവും ഒക്കെ നാം പഠിക്കുമ്പോഴാം ഈ ആമോനെ കുറിച്ചുള്ള ചരിത്രങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. യോശിയാവ് രാജഭാരത്വം ഏറ്റെടുക്കുന്നതിന് മുൻപുള്ള 57 വർഷക്കാലം എന്ന് പറയുമ്പോൾ പ്രത്യേക നാം ഓർക്കുക, മനശ്ശെ വാണ 55 വർഷക്കാലവും അതോടൊപ്പം തന്നെ തന്റെ പിതാവായ ആമോൻ ഭരിച്ച 2 വർഷക്കാലം ചേർത്ത് അങ്ങനെ അപ്പനും അപ്പൂപ്പനും ഭരിച്ച 57 വർഷക്കാലമുള്ള ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നും, ഒരു അജ്ഞതയുടെ കാലഘട്ടത്തിൽ നിന്നും, എല്ലാ ദൈവികമായ പദ്ധതികളെയും തച്ചുടച്ച ഒരു കാലഘട്ടത്തിൽ നിന്നും തുടർന്ന് പറയുന്നത് യോശിയാവിന്റെ വരവോടുകൂടെ, യോശിയാവിന്റെ പ്രവർത്തനത്തോടുകൂടെ പ്രത്യേക യെരൂശലേമിലും യഹൂദിയിലുമൊക്കെ വലിയൊരു ചലനമുണ്ടാക്കുവാൻ യോശിയാവിന് കഴിഞ്ഞു എന്ന് വേദപുസ്തകം അടിവരയിട്ട് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 34-ാം അധ്യായം 1 മുതൽ തുടങ്ങുന്ന വാക്യങ്ങളിൽ വ്യക്തമായി നമ്മെ കാണുവാനായിട്ട് ഇടയായി തീരുക അത്രേ ചെയ്യുന്നത്. എന്തുകൊണ്ട്? പ്രത്യേകിച്ച് മനശ്ശെയുടെ 55 വർഷക്കാലം 2 വർഷക്കാലമുള്ള തന്റെ പിതാവായ ആമോന്റെ വർഷക്കാലം എന്ന് പറയുന്നത്, അങ്ങനെ 57 വർഷക്കാലം എന്നുള്ളത് ദുർഭരണം കൊണ്ട് അധപതിച്ച യഹൂദ രാജ്യത്തെ നവീകരിക്കുവാനുള്ള ദൈവികമായ ഒരു നിയോഗമായിരുന്നു യോശിയാവ് എന്നുള്ളത്. നമുക്കറിയാം, 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യോശിയാവിനെ സംബന്ധിച്ചിടത്തോളം 8 വയസ്സ് മാത്രമുള്ള ഇവിടെ ആയിരിക്കുന്ന ആരെങ്കിലും 3-ാമത്തെ ക്ലാസ്സിൽ, അതായത് 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയോ ഉണ്ട് എന്നിരിക്കട്ടെ, അവനോട് പറയുന്നു, അല്ലയോ മകനെ മകളെ, നീ ഇന്നു മുതൽ ഇന്ത്യ രാജ്യത്തിന്റെ പോട്ടെ, കേരള സംസ്ഥാനത്തിന്റെ പോട്ടെ, തിരുവനന്തപുരം പ്രത്യേകിച്ച് ജില്ലയുടെ ഭരണ സാരഥ്യം ഏറ്റെടുക്കുവാൻ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും പറയുന്നതായി വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. പ്രാർത്ഥനയോടെ ദൈവം ആഗ്രഹിച്ച വിധത്തിലുള്ള ശുശ്രൂഷകൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ പ്രത്യേക ശുശ്രൂഷ ആരംഭിച്ചവനാണ് യോശിയാവ്. അവന്റെ പ്രായത്തിലല്ല, അവന്റെ ജീവിതത്തിലല്ല, അവന്റെ അപ്പന്റെയോ അപ്പൂപ്പന്റെയോ പാരമ്പര്യത്തിലല്ല. ഇന്ന് നാം പാരമ്പര്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അപ്പൻ എൻ്റെ അപ്പൂപ്പൻ ചെയ്തത് കൊണ്ട് അതിന് ഏതൊരു വിധത്തിലുമുള്ള ഒരു പ്രവർത്തനം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഞാൻ എൻ്റെ അപ്പൻ്റെ പാരമ്പര്യവും പിടിച്ച് ആയിരിക്കുന്നുവെങ്കിൽ ഈ രാത്രികാലം യോശിയാവ് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഇപ്രകാരമാണ് ആ സന്ദേശം: അല്ലയോ പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പൂപ്പനും എൻ്റെ അപ്പനുമായ പ്രിയപ്പെട്ടവർ മനശ്ശെയും ആമോനും 57 വർഷക്കാലം യെരൂശലേമിൽ ദുർഭരണവും അനീതികളും കൊണ്ട് നിറയപ്പെട്ടിരുന്ന ഒരു വലിയൊരു സംഭവത്തിൽ നിന്നും, വലിയൊരു ചരിത്രത്തിൽ നിന്നും ദൈവം എന്നെ നിയോഗിച്ചത് വെറും 8-ാമത്തെ വയസ്സിൽ. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 8 വയസ്സായിരുന്നു. അവൻ 31 സംവത്സരം യെരൂശലേമിൽ വാണു. അങ്ങനെ എത്ര വയസ്സ് വരെ? 31
29 വയസ്സുവരെ യെരൂശലേമിൽ ശക്തിയുക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ദൈവത്തിന്റെ പദ്ധതികളെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ യഹോവയായ ദൈവത്തിന്റെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ യോശിയാവ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന യഹോവ സൗഖ്യമാക്കുന്നു എന്നർത്ഥമുള്ള യോശിയാവ് അവൻ ഇതാ യെരൂശലേമിൽ രാജഭാര്യത്തിൽ, പ്രത്യേകിച്ച് രാജഭരണത്തിൽ അവൻ ഏറ്റെടുത്ത് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുക അത്രേ ചെയ്യുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ യോശിയാവിന്റെ മാതാവിന്റെ പേര് പറയുന്നുണ്ട്. യദീദ എന്ന ഒരു മാതാവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആ സ്ത്രീയെ കുറിച്ചും ആ വേദഭാഗത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 22-ാം അധ്യായം 1 മുതൽ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: ഉത്തമ സ്ത്രീ ആയിരുന്നു എന്നുള്ളത്. എങ്ങനെയുള്ള സ്ത്രീ ആയിരുന്നു? ഉത്തമ സ്ത്രീ ആയിരുന്നു എന്നത്. എന്നാൽ ആമോനാകട്ടെ അതിന് നേരെ ഓപ്പോസിറ്റായി പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു. അങ്ങനെ രണ്ടിന്റെയും ഇടയിൽ കിടന്ന് ചങ്ങല വലിക്കുന്നത് പോലെ, രണ്ടിന്റെയും ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നതായ യോശിയാവിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയാണ് യെരൂശലേമിനെ വീണ്ടെടുക്കുവാൻ, അതുവരെയും ഉണ്ടായിരുന്ന വിശ്വാസ ജീവിതങ്ങളെ പുനർനിർമ്മിച്ചുകൊണ്ട് അനുഗ്രഹപ്രദമാകുന്ന ശുശ്രൂഷകളെ നിർവഹിക്കുവാനായി യോശിയാവിനെ ദൈവം വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം യഹോവയായ ദൈവം നമ്മോടും പറയുന്നു, എന്നെയും നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി വിളിച്ചിട്ടുണ്ട്? ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ അതേ വളരെ മനോഹരമായി ദൈവത്തിന് ഹിതകരമാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുവാനായി സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നു. വിശ്വാസമുള്ളവർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. ശബ്ദമില്ലല്ലേ? നമുക്ക് വിശ്വാസമില്ല അല്ലേ? വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കസേരകളെല്ലാം എന്തായിരിക്കുമായിരുന്നു? എങ്ങനെയായിരിക്കുമായിരുന്നു? മൈക്ക് വേണോ? എങ്ങനെയായിരിക്കുമായിരുന്നു? ബെഞ്ചുകളെല്ലാം ഒഴിയുമായിരുന്നു. നമുക്കിന്നൊക്കെ ഒരു സമൃദ്ധിയുടെ അല്ലേ, പ്രോസ്പെരിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സമൃദ്ധിയുടെ സുവിശേഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എവിടെ പോയാലും അനുഗ്രഹം അല്ലേ? അതുകൊണ്ട് നാം വീട്ടിലിരുന്നാൽ മതി, എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ അടുക്കലേക്ക് ഓടിയെത്തും. കൈവീശിയാൽ, നയമൻ വിചാരിച്ചതുപോലെ ഒന്ന് കൈവീശി ഒന്ന് തുണിയൊക്കെ ഒന്നെടുത്ത് വീശിയാൽ സൗഖ്യമുണ്ടാകും. ഇല്ല, ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് ദൈവം പറയുന്നത് അനുസരിച്ചാൽ മാത്രമേ വേദപുസ്തക പ്രകാരം നമുക്ക് അനുഗ്രഹമുണ്ടാകുവാൻ വഴിയുള്ളൂ. ഏക വഴി അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ കുടുക്കു വഴികളിലൂടെ ഒന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. 4 ചെറിയ ചിന്തകൾ മാത്രം സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യോശിയാവ് ദൈവിക പദ്ധതിയെ സ്വമനസ്സോടുകൂടെ സ്വീകരിച്ചവൻ. യോശിയാവ് എങ്ങനെയുള്ളവനായിരുന്നു? ദൈവികമായ പദ്ധതി സ്വമനസ്സോടുകൂടെ ഏറ്റെടുത്തവനാണ് യോശിയാവ്. നമുക്കറിയാം യോശിയാവിന്റെ ചരിത്രം അറിയാം. അവിടെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ പറയുന്നു, 8-ാമത്തെ വയസ്സിൽ 31 സംവത്സരം അവൻ വാണു. അങ്ങനെ 31 8 39 സംവത്സരക്കാലം അവൻ നമ്മുടെ രാജ്യഭാരത്തിൽ ഏറ്റെടുക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതിന് യൗവനത്തിൽ തന്നെ യഹൂദയും യെരൂശലേമിനെയും വെടിപ്പാക്കുന്നുണ്ട്. അസേര പ്രതിഷ്ഠകളെയും ബിംബങ്ങളെയും ഇടിച്ചു തരിപ്പണമാക്കി പുറത്തു കളയുന്നുണ്ട്, അതിനെ ചുട്ടുകളയുന്നുണ്ട്. ആ ചുട്ടുകളഞ്ഞ ചാമ്പൽ അതിനെ ആരാധിച്ചു നിന്ന സേവിച്ചു നിന്ന പ്രിയപ്പെട്ടവരുടെ മേൽ വാരി വിതറുന്നുണ്ട്. പക്ഷേ അവിടെയും ഒരു കാര്യം നാം ഓർക്കുക, അപ്പനെയും അപ്പുപ്പനെയും പോലെ ദൈവത്തിന് ഹിതമല്ലാത്തതല്ല ചെയ്തത്. ദൈവത്തിന് ഹിതമുള്ളത് ചെയ്യുവാൻ അവൻ സ്വമനസ്സോടുകൂടെ ദൈവിക പദ്ധതി ഏറ്റെടുത്തവനാണ് യോശിയാവ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മെ തന്നെ ഒന്ന് ഓർക്കുവാനും, പ്രത്യേകിച്ച് ഈ 45-ാം സഭാദിനത്തിൽ നമ്മെ തന്നെ ഒന്ന് പുനർചിന്തനം ചെയ്യുവാൻ, എൻ്റെ ജീവിതത്തിലുള്ള കുറവുകൾ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന കുറവുകളെ ഒന്ന് അത് കണ്ടെത്തി ദൈവികമായ പദ്ധതി സ്വമനസ്സോടുകൂടെ കർത്താവെ ഞാൻ അത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ അടുക്കലേക്ക് അടുത്തു വരുവാനായിട്ട് ഇടയായി തീരണം. ഒരു തടസ്സവും യോശിയാവ് പറഞ്ഞില്ല. നാം പറയുന്നു, നീ ഒന്ന് സൺഡേ സ്കൂളിൽ ഇരിക്കണം, നീ ഒന്ന് യൂത്തിലൊന്ന് പ്രവർത്തിക്കണമെന്ന്. അയ്യോ അച്ചോ,
നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല, പിന്നെ ആരെ കൊണ്ടാ പറ്റുക? യോശിയാവ് ഒരു തടസ്സവും പറഞ്ഞില്ല. എന്നാൽ നാം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം മോശയെക്കുറിച്ചുള്ള സംഭവം പറയുന്നുണ്ട്. ആ സംഭവത്തിൽ പ്രത്യേകിച്ച് നാം കാണാനായിട്ട് കഴിയുന്ന ഒരു അർത്ഥമെന്ന് പറയുന്ന അവിടെ ചില ഒഴിവ് കഴിവുകൾ പറയുന്നുണ്ട്. നീ പോക, നീ പറയണമെന്ന് പറഞ്ഞു. ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണ്, ഞാൻ എന്താണ് അവിടെ പോയി പറയേണ്ടുന്നത്? യഹോവയായ ദൈവം അവിടെയും ഉത്തരം അരുളുന്നുണ്ട്. അതിന്റെ 14-ാമത്തെ വാക്യം, 3-ാം അധ്യായം 14-ാമത്തെ വാക്യം പറയുന്നത്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് നീ ആരോട് പോയി പറയണം? അവിടെ പറയുന്നത് ആ മിസ്രൈമ്യരോട് കൂടെയല്ല, ഫറവോന്റെ അടുക്കലേക്ക് ചെന്നിട്ട് സധൈര്യമായി, നീ അധൈര്യപ്പെട്ടുകൊണ്ടല്ല, നീ ധൈര്യത്തോടെ പ്രാർത്ഥനയോടെ, നിന്റെ മുൻപിൽ നിൽക്കുന്നത് വലിയൊരു ശക്തിയാണ്, വലിയൊരു അതേ ഒരു കോട്ടയാണ്, അതിനോട് പോയി നീ പറയണം, നിന്നോട് പറയുന്നവൻ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ഇതാ നിന്നോട് അരുളി ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ മോശ അവൻ കടന്നുപോയി ഫറവോന്റെ മുൻപിൽ ചെന്നിട്ട് പറഞ്ഞു, ഐ ആം ഹു ഐ ആം, അതെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന ശക്തിയുക്തമായി അതേ ഫറവോന്റെ അടുക്കലേക്ക് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ പദ്ധതി സ്വമനസ്സോടുകൂടെ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? ദൈവം നമ്മെ നിയോഗിക്കുമ്പോൾ, ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ 45-ൽ നിന്നും 46-ലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത്, എന്നെയും നിങ്ങളെ രക്ഷിച്ച്, എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ച് ഈ ഭൂമിയിൽ അനുഗ്രഹമുള്ളവരാക്കി നിർത്തിയിരിക്കുമ്പോൾ, കർത്താവേ അവിടുത്തെ പദ്ധതി ഞാൻ അങ്ങയുടെ മനസ്സോടുകൂടെ മനസ്സോടുകൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുക്കുകയാണ് എന്ന് വ്യക്തമായി നമുക്ക് എത്ര പേർക്ക് പറയാനായിട്ട് ഇടയായിത്തീരും. എങ്കിൽ ദൈവിക പദ്ധതി സ്വമനസ്സോടെ ഏറ്റെടുക്കുന്നവർക്കായി പറഞ്ഞു നിർത്തട്ടെ. സങ്കീർത്തനം 91 അതിന്റെ 11-ാമത്തെ വാക്യം നമ്മെ ഓർപ്പെടുത്തുന്നത്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ എല്ലാ വഴികളിലും ദൈവത്തിന് ഹിതകരമാകുന്ന ഏത് പ്രവൃത്തി ചെയ്യുന്ന ഏതൊരു വ്യക്തിയെ കുറിച്ചും കർത്താവിന്റെ യഹോവയായ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയും, നിന്നെ കാക്കേണ്ടതിന്, അല്ലെ നിന്നെ സംരക്ഷിക്കേണ്ടതിന്, നിന്റെ എല്ലാ വഴികളിലും അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരെ കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ കർത്താവേ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ ആയുസ്സും അനുഗ്രഹങ്ങളും നൽകി, സമ്പന്നതകൾ നൽകി, ദൈവകൃപ നൽകി എന്നെ നിയോഗിച്ചിരിക്കുന്നത്, എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത് അവിടുത്തെ പദ്ധതിയെ സ്വമനസ്സോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ അവിടുത്തെ പാദപീഠത്തിങ്കിലേക്ക് അടുത്തു വരുന്നതിന് വേണ്ടിയാകുന്നു എന്ന വിശ്വാസം നമുക്കുണ്ടാകണം, നമ്മുടെ ജീവിതത്തിനുണ്ടാകണം, നമ്മുടെ പ്രവൃത്തികളുണ്ടാകണം, നമ്മുടെ ആരാധനകളിലുണ്ടാകണം, നമ്മുടെ ശുശ്രൂഷകളിലുണ്ടാകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. 2, ഈ യോശിയാവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് വെറുതെയല്ല, ദൈവികമായ ആലോചന കേട്ടവനാണ് യോശിയാവ്. ദൈവികമായ ആലോചന കേട്ടവൻ. 34-ാം അധ്യായം അതിന് 2-ാം വാക്യത്തിന് പ്രകാരം കാണുന്നു, അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്ത് തന്റെ പിതാവായ ദാവീദിന്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു എന്ന് പറഞ്ഞാൽ ഈ ഉടുക്കു വഴികളിലൂടെയല്ല, ഈ വഴികളിലൂടെയല്ല, എന്നാൽ നേരെ യഹോവയായ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നേരെ സ്ട്രെയിറ്റ് ആയി അവൻ വന്നു എന്നുള്ളതും അവൻ ദൈവികമായ ആലോചന കേട്ടതുമായ വ്യക്തിയായിരുന്നു യോശിയാവ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കണം. എത്രയോ ദൈവിക പദ്ധതികൾ, ദൈവികമായ ആലോചനകൾ ഞാനും നിങ്ങളും കേട്ടതാണ്. എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടോ? എത്രയോ ഉപദേശങ്ങൾ 45 വർഷക്കാലമായി ഈ സഭയിൽ വരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞാൻ വിചാരിക്കുന്നു 45 വർഷത്തിന്റെ അതിൻ്റെ ഓരോ ദിവസവും അതിന്റെ 3-4 പ്രസംഗങ്ങളോ ഉപദേശങ്ങളോ മാത്രം ഹരിച്ച് അതിനെ ഗുണിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയോ പ്രസംഗങ്ങൾ തീർന്നോ? ഇല്ല. പിന്നെയോ ഡിസ്ട്രിക്ട് തല സംഘടനകളുടെ,
ഡിസ്ട്രിക്ട് തല കോൺഫറൻസുകളുടെ, ഡിസ്ട്രിക്ട് തല കൺവെൻഷൻ യോഗങ്ങളിലൂടെ ഒക്കെ, അതോടൊപ്പം തന്നെ നാം എത്രയോ മാധ്യമങ്ങളിലൂടെ, എത്രയോ നവമാധ്യമങ്ങളിലൂടെ നാം പ്രസംഗങ്ങൾ കേട്ടോ. എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. എങ്കിൽ ഒരു തിരിച്ചുവരവിന്റെ കാലം ആസന്നമാണ്. ഒത്തിരി പറയാനായിട്ടുണ്ട്. ഇന്നൊരമ്മ ഓൺലൈനിലുള്ള ഒരു വാർത്തയിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, എൻ്റെ മകന് അവന് മയക്കുമരുന്ന് വാങ്ങുവാൻ അവന് കാശ് കൊടുക്കാത്തത് കൊണ്ട് എൻ്റെ അമ്മ 68 വയസ്സായ അമ്മയെ അവൻ ദേഹോപദ്രവം ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നെ ഞാൻ സർജറി കഴിഞ്ഞ് ഭവനത്തിലായിരിക്കുമ്പോൾ നിരന്തരമായ ഉപദ്രവമാണ്. കുറച്ച് കഴിയുമ്പോൾ പോലീസ് വരുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തൊട്ടടുക്കൽ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. ഇന്ന് നാം എല്ലാം ഇങ്ങനെ പണത്തിന്റെ ആലോചന കേട്ട്, പണത്തിന്റെ ആലോചനയുടെ പിന്നാലെ പോകുമ്പോൾ ഒന്നോർക്കണമേ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അടുത്തൊരു തലമുറ ഇല്ലാതെ പോകുന്നത് കാണാൻ എത്രയോ പ്രിയപ്പെട്ടവർ കാത്തിരിക്കുന്ന ഒരു ലോകം ഈ ലോകത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാനായിട്ട് കഴിയണം, ഞാൻ എൻ്റെ യഹോവയായ ദൈവത്തിന്റെ ആലോചന കേട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് നാം ഓർക്കുന്നത് അനിവാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നോക്കുക, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകാം. നോക്കൂ, നിന്റെ എല്ലാ സ്വരൂപിച്ച് വച്ചിരിക്കുന്ന നിന്റെ ദേശം നീ വിടുക, നിന്റെ ബന്ധുമിത്രാദികളെ നീ വിടുക, നിന്റെ എല്ലാവിധത്താലുമുള്ളത് നീ നഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ കടന്നു പോകുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത യാത്രയിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വിധേയപ്പെടുത്തി കൊടുത്തില്ല എങ്കിൽ നാം വിധേയപ്പെടുത്തി ഈ രാത്രികാലം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. വിധേയപ്പെടുത്തി കൊടുത്തില്ല എങ്കിൽ വിധേയപ്പെടുത്തി കൊടുക്കുവാനായിട്ട് എനിക്കും നിങ്ങൾ കഴിയണം. എന്തെന്നറിയാമോ? ഈ എന്നെയും ഞാനും നിങ്ങളും കൊണ്ടുവരുന്ന ഈ വേദപുസ്തകത്തെ ചുമന്നപ്പോൾ എനിക്കും നിങ്ങൾക്കുമുണ്ടായ അനുഗ്രഹങ്ങൾ, എന്നെയും നിങ്ങളുടെ ഭവനത്തിൽ വേദപുസ്തകം ഇരിക്കുന്നത് കൊണ്ടുള്ളതായ അനുഗ്രഹങ്ങൾ, അതിന് നന്മകൾ ഒട്ടനവധി അനുഗ്രഹങ്ങളാണ്. ഞാൻ 1997 PV ആശാരിയുടെ കൺവെൻഷൻ, ഇന്ന് കുറ്റിച്ചൽ RR ഓഡിറ്റോറിയം എന്നിരിക്കുന്ന സ്ഥലത്ത് അന്ന് വയൽ നികത്തി മണ്ണിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് PV ആശാരിയുടെ കൺവെൻഷൻ യോഗം അവിടെ നടക്കുന്നത്. ഞാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം, 20-ാമത്തെ വയസ്സ്. അന്ന് ഞങ്ങളുടെ ഇടത്തു നിന്നും ഏലാവ് വഴി കടന്നു വന്ന് അവിടെ വന്നിട്ട് മറ്റുള്ളവരെല്ലാം ഇവിടെ കരങ്ങൾ, അറിയാമല്ലോ, പെന്തക്കോസ്തുകാർ എവിടെ പോയാലും എന്തുകൂടെ ഉണ്ടാകും? കണ്ടിട്ടുണ്ടോ? എന്തുകൂടെ ഉണ്ടാകും? എന്തുകൂടെ ഉണ്ടാകും മനുഷ്യ? വേദപുസ്തകം ഉണ്ടാകും. എനിക്ക് തോന്നിയത് ഞാൻ മാത്രമാണ് ബൈബിൾ കൊണ്ടുവരാത്ത. അന്ന് 55 രൂപ കൊടുത്ത് സങ്കീർത്തനം, പുതിയ നിയമം അടങ്ങുന്ന അന്നത്തെ എന്താ പറയുന്നത്, ബൈൻഡ് എന്ന് പറയുന്നത് കുറച്ച് പൂക്കളൊക്കെ ഉള്ള പുതിയ നിയമവും സങ്കീർത്തനവും അടങ്ങുന്നത്. അവസാനം വീട്ടിൽ വന്നു, അതിന് കവറില്ലല്ലോ, ഡയറിയിൽ അന്നുണ്ടായിരുന്ന ഏതോ ഒരു പഴയ ഡയറി, അപ്പച്ചൻ്റെ ഒക്കെ ഡയറി, അതിനെടുത്ത് അതിൻ്റെ എന്താ പറയുന്ന അതിൻ്റെ ബൈൻഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഒരു ബൈൻഡ് ഫുൾ ബൈൻഡുമുണ്ട്, ഒരു ബൈൻഡ് മുക്കാലേ ഉള്ളൂ. ഇങ്ങനെ കൊണ്ടുപോയി ചുമന്നു തുടങ്ങിയപ്പോഴാ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ ആലോചന കേട്ടവർ ആരും അത് തടസ്സമായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടായി, നന്മകളുണ്ടായി, ദൈവകൃപ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരണം. പ്രിയപ്പെട്ടവർ, ഇവിടെ അബ്രഹാം ദൈവത്തിൻ്റെ പദ്ധതിക്കായി അവൻ ഇറങ്ങിത്തിരിച്ചു. എവിടേക്കെന്നില്ലാതെ അവൻ ഇറങ്ങിത്തിരിച്ചു. അവൻ്റെ ആടുമാടുകൾ അവൻ പുറകിലോട്ട് നോക്കി ചിന്തിച്ചു നോക്കിയില്ല. അവന്റെ ജീവിതത്തിൽ അവൻ ഉണ്ടാക്കിയിട്ടതൊന്നും അവൻ തിരിഞ്ഞു നോക്കിയില്ല. അല്ലയോ പിതൃഭവനമേ, എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞ അവൻ നിലത്ത് വീണ അവൻ കരഞ്ഞില്ല എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ നോക്കുക, അവൻ എവിടേക്കുന്നില്ലാതെ
ഇറങ്ങി പുറപ്പെട്ടു. അത് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു, നന്മയ്ക്ക് കാരണമായി തീർന്നു. മാത്രമല്ല 12-ാം അധ്യായം 3-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്, അബ്രഹാമിനോട് യഹോവയായ ദൈവം പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യമുണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ എന്ത് ചെയ്യും? ഒന്ന് ഉറക്കെ പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ. വേദപുസ്തകത്തിൽ ആ വാക്യം ഇല്ലാത്തത് കൊണ്ടാണോ? വാ തുറക്കില്ല എന്നുള്ളത് കൊണ്ടാണോ? എങ്ങനെയാ? നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ആരനുഗ്രഹിക്കും? അച്ഛൻ അനുഗ്രഹിക്കുമെന്നല്ല, യഹോവയായ ദൈവം അനുഗ്രഹിക്കും. പിന്നെ നിന്നെ ശപിക്കുന്നവരെ ദൈവം ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും എന്തായിത്തീരും? അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. അതിന്റെ ഒരുപാട് ചരിത്രത്തിലേക്ക് പോയാൽ ഒടുവിൽ ലോത്തും അബ്രഹാമിന്റെ ഒക്കെ ചരിത്രമുണ്ട്. അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ദൈവിക ആലോചന കേൾക്കുക, ദൈവിക ആലോചന കേൾക്കുക. ദൈവിക ആലോചന കേട്ടാൽ അതിന് മഹത്വമുണ്ട്, അതിന് അനുഗ്രഹമുണ്ട്. നാം ഒന്ന് അതിനു വേണ്ടി ഒന്ന് വിധേയപ്പെടുത്തി കൊടുത്താൽ, നാം ദൈവിക ആലോചനയ്ക്ക് വേണ്ടി നാം ഒന്ന് ദൈവിക തിരുസന്നിധിയിൽ ഒന്ന് വിനയപ്പെടുത്തി കൊടുത്താൽ, എൻ്റെ പാരമ്പര്യമല്ല, എൻ്റെ മാതാപിതാക്കളുടെ ശ്രേഷ്ഠതകളല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ നോക്കുക. യോശിയാവിന്റെ അപ്പുപ്പൻ തുടങ്ങി തൻ്റെ അപ്പൻ വരെയുമുള്ള സകലരും പാപം ചെയ്ത്, അവിടെ പറയുന്നത് ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തു. യോശിയാവോ തനിക്ക് പ്രസാദമുള്ളത് ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക ആലോചന കേൾക്കുവാൻ നാം തയ്യാറാകണം. ഒടുവിലായി ഞാൻ ആ വാഗ്ഭാഗം പറഞ്ഞ് നിർത്തട്ടെ. സങ്കീർത്തനം 1 അതിൻ്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ദൈവിക ആലോചന കേൾക്കുന്ന ഒരു വ്യക്തി ദുഷ്ടന്മാരുടെ ആലോചന കേൾക്കരുത്. അവൻ കാപ്പട്ടിയ വാക്കുകൾ പറഞ്ഞ് അവൻ നമ്മെ ഇങ്ങനെ ചതിച്ച് കുഴിയിലാക്കാനായി നമ്മോടുകൂടെ നല്ല രസമുള്ള നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മുടെ പിന്നാലെ കൂടും. ആ പിന്നാലെ കൂടി നമ്മെ ചതിക്കുഴികളാക്കും. അതിലേക്ക് നാം കടന്നു പോകരുത്. അവിടെ പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന കേൾക്കരുത്. പിന്നെ ആരുടെ ആലോചന കേൾക്കണം? ദൈവികാലോചന കേൾക്കണം. ഹല്ലേലൂയ. 2-ാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ആലോചന കേട്ടവനായിരുന്നു യോശിയാവ്. എങ്കിൽ എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ദൈവം നമ്മോട് പറയുന്നത് ദൈവിക ആലോചന കേൾക്കുക എന്നുള്ളത് അത്രേ. 3-ാമത്തെ ചിന്തയിലേക്ക് ഞാൻ കടന്നു വരട്ടെ. 34-ാം അധ്യായം അതിന് 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയും, അവന്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ അവന്റെ യൗവനത്തിൽ തന്നെ. ഒരു കണക്ക് ഞാൻ ചോദിക്കട്ടെ, എത്രാമത്തെ വയസ്സിലാണ് രാജഭാരത്വം ഏറ്റെടുത്തത്? എത്രാമത്തെ വയസ്സിൽ? അച്ഛാ മൈക്കും കൂടെ ഒന്ന് തരാവോ? ഞാൻ മൈക്ക് അങ്ങോട്ട് തരും. നമ്മൾ കുറച്ചു പേരല്ലേ ഉള്ളൂ, ഒരു ചെറിയൊരു കണക്കാ. എത്രാമത്തെ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. എത്രാമത്തെ വയസ്സിലാ? 12? 8-ാമത്തെ വയസ്സിൽ തൻ്റെ യൗവനം എന്ന് പറയുന്ന എത്ര ആണ്ടുകൂടെ കഴിഞ്ഞപ്പോഴാണ് തൻ്റെ യൗവനത്തിലേക്ക് അവൻ വന്നത്? 8-ാമത്തെ സംവത്സരം. അപ്പം 8+8 എത്രയായി? 16-ാമത്തെ വയസ്സിൽ അവൻ ചെയ്ത ഒരു അനുഗ്രഹീതമായ പ്രവർത്തനമുണ്ട്. അത് നോക്കുക. അവിടെ പറയുന്നത് അവൻ തൻ്റെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. അടുത്ത് വീണ്ടും നിർത്തിയില്ല, വീണ്ടും പറയുകയാണ് 12-ാമത്തെ ആണ്ടിൽ എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന 12-ഉം അതോടൊപ്പം 8 കൂടെ ചേർത്താൽ എത്രയായി? 20-ാമത്തെ വയസ്സിൽ അവൻ പൂജാഗിരികളെയും അസേര പ്രതിഷ്ഠകളെയും ബിംബങ്ങളെയും അവരെന്ത് ചെയ്തു? നീക്കി യഹൂദായെയും യെരൂശലേമിനെയും വെടിപ്പാക്കി എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ ബിംബങ്ങൾ ഇല്ല എന്ന് പറയും. ഉണ്ട്. മമ്മൂട്ടി ഇഷ്ടമുള്ളവർക്ക് എത്ര പേരുണ്ട്? ഇന്നിപ്പോ ആരും പറയില്ല. എത്ര പേരുണ്ട് മമ്മൂട്ടിയെ ഇഷ്ടമുള്ളവർ? ആരുമില്ല ഇവിടെ. ദുൽഖർ സൽമാനോ? അതുമില്ല ആരും. മോഹൻലാലോ? ഒരാളുണ്ട്. അപ്പൊ നമ്മുടെ ആരാധനപാത്രം ആരാ? മോഹൻലാലാണല്ലേ. അപ്പോൾ ഇവിടെ യോശുവ പറഞ്ഞനുസരിച്ചാണെങ്കിൽ നമുക്ക് ആര് വേണ്ട?
ആര് വേണ്ട? ഈ വിഗ്രഹങ്ങളാകുന്ന നമ്മുടെ എന്തു വേണ്ട? ഈ ചില പ്രതിഷ്ഠകളൊക്കെ ഉണ്ടല്ലോ ചിലരുടെ ഹൃദയത്തിൽ. ഇതാണ് എൻ്റെ എല്ലാം. കുറച്ച് പേരൊക്കെ കുറച്ച് നോട്ട് കെട്ടൊക്കെ എടുത്തിങ്ങനെ വച്ചിട്ട് പറയും ഇതാണ് എൻ്റെ ദൈവം. കുറച്ചു പേർ പറയും ഈ വേദപുസ്തകമാണ് എൻ്റെ ദൈവം, ഈ വേദപുസ്തക വചസ്സുകളാണ് എന്നെ അനുഗ്രഹിക്കുന്നത്, ഈ വേദപുസ്തകം ഞാൻ എന്ന് ചുമന്നോ അന്നു മുതൽ ഞാൻ വീണു പോകാതെ ഉടഞ്ഞു പോകാതെ ചുമക്കുന്നത് ഈ വേദപുസ്തകത്തിലെ വചസ്സുകളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിലും ചിന്തയിലും നാം നിരൂപിച്ചു വച്ചിരിക്കുന്ന ചില പ്രതിഷ്ഠകളുണ്ടല്ലോ, ഇതൊക്കെ ഉടച്ചു മാറ്റണം, തകർത്തു കളയണം. ഇവിടെ പറയുന്നത് അത് ചരിത്രത്തിലേക്ക് ഞാൻ വരാം. യെരൂശലേം ദേവാലയത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഈ യെരൂശലേം ദേവാലയത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അവിടെ ആ കാര്യങ്ങളെ കുറിച്ച് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം ഓർക്കുക. പ്രത്യേകിച്ച് അവിടെ അസരേഷ് പ്രതിഷ്ഠകൾ, ബിംബങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇടിച്ച് തരിപ്പണമാക്കി അവൻ വാരിക്കളയുകയാണ്. ആ വാരിക്കളയുന്ന കൂട്ടത്തിൽ ഇന്ന് നമ്മുടെ CC പള്ളിയിലൊക്കെ പോയാൽ കീറിയ ബാൻഡ്, പൊട്ടിച്ച സൈഡ്രം, പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ പണ്ടത്തെ ഹാർമോണിയം, ഇതെല്ലാം ഇവിടെ ഉണ്ടാകും. നമ്മുടെ ഈ ആൾട്ടറിലുണ്ടാകും. എവിടെ ഉണ്ടാകും? ഈ ആൾട്ടറിലുണ്ടാകും. പിന്നെ കുറെ കീറിയ പരമ്പ്, കുറെ പാത്രങ്ങൾ, പിന്നെ പ്രൈസ് കൊടുത്തിട്ട് മിച്ചം വരുന്നതിന് അവിടെയൊക്കെ ഇങ്ങനെ ഇവിടെ ഇല്ല കേട്ടോ, അത് ഞാൻ നോക്കി. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വാരി ഇങ്ങനെ കൂട്ടി ഡംപ് ചെയ്ത് വെച്ചിരിക്കും. ഇത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന് പ്രസാദ യോഗ്യമാകുന്ന ശുശ്രൂഷകൾക്ക് യോഗ്യമാകുന്ന കാര്യങ്ങൾ മാത്രമേ വയ്ക്കാവൂ. അല്ലാതെ പൊട്ടിയതും പൊളിഞ്ഞതും ഞണിഞ്ഞതും ഒക്കെ വാരിക്കൊണ്ട് ഡംപ് ചെയ്ത് വയ്ക്കാനായിട്ടുള്ള ഒരിടമല്ല. ഈ ചില പള്ളികളിൽ പോയി കഴിഞ്ഞാൽ, ചില ചെറിയ പള്ളികളൊക്കെ പോയി കഴിഞ്ഞാൽ പണ്ടത്തെ പെട്രോൾ മാക്സ്, ഗ്യാസ് ലൈറ്റ്, പിന്നെ അതിൻ്റെ എന്താ പറയുന്നത്, ആ കത്തുന്നുണ്ടല്ലോ, അതിനെ തിരിയല്ല, മാൻഡിൽ, ഇതൊക്കെ ഇങ്ങനെ വലിച്ചു വാരി അങ്ങ് വച്ചിരിക്കും. പിന്നെ അച്ഛൻ വേണമെങ്കിൽ സുവിശേഷം വേണം, പ്രസംഗത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ 2 തട്ടൊക്കെ തട്ടി ക്ലീൻ ചെയ്തിട്ട് വേണം നിൽക്കാൻ. അതിനകത്ത് പഴുതാര വന്നെങ്കിലോ അണലി കുഞ്ഞുങ്ങൾ വന്നെങ്കിലോ ഒക്കെ പേടിയുണ്ടല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും, അതൊക്കെ തട്ടിപ്പറക്കി വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ദൈവത്തിന് അനുഗ്രഹപ്രദമായ ഒരു പദ്ധതിയല്ല. കാരണം ഇവിടെ ഈ യോശിയാവ് ദേവാലയെ ശുദ്ധീകരണം ചെയ്യുമ്പോൾ അവിടെ അസേര പ്രതിഷ്ഠകൾ അല്ലേ, അവിടെ ഒരു പ്രതിഷ്ഠ, ഇവിടെ ഒരു പ്രതിഷ്ഠ, ഇപ്പുറത്തൊരു പ്രതിഷ്ഠ, ഇങ്ങനെയൊക്കെ പ്രതിഷ്ഠിച്ച് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വച്ച് പ്രതിഷ്ഠിച്ചു കൊണ്ടിരുന്ന ഒരിടമാണ്. എവിടെയാ? മണത്തോട്ടം പള്ളിയിലല്ല, യെരൂശലേം ദേവാലയത്തിൽ. ബട്ട് ഇവിടെ പറയുന്നത് ഇങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോശിയാവിന് നിയോഗം കിട്ടി ശുശ്രൂഷകൾ ആരംഭിച്ചു. 20-ാമത്തെ വയസ്സിൽ വളരെ അനുഗ്രഹത്തോടെ ശക്തിയുക്തമായി തൻ്റെ യൗവനത്തിന്റെ വലിയ അനുഗ്രഹത്തോടെ ശക്തിയോടുകൂടെ കഴുകനെ പോലെ പുതുക്കി വരത്തക്ക വേണം അവന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന സർവേശ്വരനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഗ്രഹവും പ്രാപിച്ചുകൊണ്ട് യോശിയാവ് വാരി ഒതുക്കുന്ന, വൃത്തിയാക്കുന്ന, ഇതെല്ലാം തച്ചുടച്ച് വാരിക്കളയുമ്പോൾ അന്നുവരെയും എന്നുവരെയും 57 വർഷക്കാലമായി ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന വേദപുസ്തക ചുരുൾ കാണുവാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തില്, എൻ്റെയും നിങ്ങളുടെ ഭവനത്തില്, എൻ്റെയും നിങ്ങളുടെ ദേവാലയത്തില്, എൻ്റെയും നിങ്ങളുടെ ഇടങ്ങളിൽ അന്നുവരെയുമുള്ള സ്ഥാനങ്ങൾ പുറത്തായിരുന്നുവെങ്കിൽ, ആർക്കുള്ള? ദൈവത്തിനുള്ള സ്ഥാനങ്ങൾ പുറത്തായിരുന്നുവെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ വിളിച്ചു പറയട്ടെ, ഈ 45-ാമത്തെ സഭാദിനത്തിൽ ആ പുറത്തിരിക്കുന്ന വേദപുസ്തക ചുരുൾ എന്റെയും നിങ്ങളുടെ ഹൃദയത്തിലും കരങ്ങളിലും എന്തുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെന്നുള്ളതാണ്. കാരണം ഇത് അന്ത്യ കാലഘട്ടമാണ്, വല്ലാത്ത കാലഘട്ടമാണ്, ആകാത്ത കാലഘട്ടമാണ്. എന്തുകൊണ്ടെന്നാൽ കാണുന്ന സംഭവങ്ങളെല്ലാം വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് രാജാവ് വസ്ത്രം കീറി. രാജാവ് കിൽക്കിയാവോടും ശാഫാന്റെ മകൻ അഖീഖാബിനോടും മീഖായുടെ മകൻ അബ്ദാനോടും രാജസക്കാരനായ ശാഫാനോടും രാജഭൃത്യനായ അസായോടും കൽപ്പിച്ചതെന്നാൽ,
നിങ്ങൾ ചെന്ന് കണ്ടുകിട്ടിയിരിക്കുന്ന ഈ പുസ്തകങ്ങളെ വാക്യങ്ങളെ കുറിച്ച് എനിക്കും ഇസ്രായേലിലും യഹൂദായിലും ശേഷിച്ചിരിക്കുന്നവർക്കും വേണ്ടി യഹോവയോട് അരുളപ്പാട് ചോദിപ്പീൻ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടക്കത്തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ യഹോവയുടെ വചനത്തെ പ്രമാണിക്കുന്നത് കൊണ്ട് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ. കാരണം ദൈവത്തിന് പ്രസാദം കൊടുക്കേണ്ടുന്ന വേദപുസ്തക ചുരുൾ അത് വിഗ്രഹങ്ങളുടെയും ബിംബങ്ങളുടെയും അസേര പ്രതിഷ്ഠകളുടെയും ഇടയിൽ മാലിന്യ കൂമ്പാരത്തിൽ വലിച്ചെറിയപ്പെട്ട എന്താണോ സ്ഥാനം ദേവാലയത്തിൽ കൊടുക്കേണ്ടുന്നത് ആ സ്ഥാനം കൊടുക്കാതെ വലിച്ചെറിയപ്പെട്ടിരിക്കുമ്പോൾ വലിച്ചെറിഞ്ഞെടുത്തു നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പദ്ധതി യോശിയാവിലൂടെ ഇടയായി തീർന്നു. അവനാണ് ദൈവത്തെ അന്വേഷിച്ച യോശിയാവ്. നാം ഓർക്കുക, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം അത് നാം വായിക്കുമ്പോൾ പ്രത്യേക ദൈവത്തെ കണ്ടുമുട്ടുന്ന, പ്രത്യേകിച്ച് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ശൗൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന സംഭവങ്ങളെ നമുക്കെല്ലാവർക്കും അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നാം 9-ാം അധ്യായം 5-ാമത്തെ വാക്യം, അതേ ശൗൽ ദൈവത്തോട് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, നീ ആരാകുന്നു കർത്താവ്? ഉടൻ കർത്താവ് പറയുന്നു, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു ആകുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ഓർക്കുക, ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവത്തെ ഉപദ്രവിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ ഉപദ്രവിച്ചുകൊണ്ട്, അതെ കഷ്ടപ്പെടുത്തിക്കൊണ്ട്, വേദനിപ്പിച്ചുകൊണ്ട് നാം സന്തോഷ സുഖലോലുപരായി നാം ഭവനങ്ങളിൽ എല്ലാം ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നത് ആർക്കാകുന്നു എന്ന് ചോദിച്ചാൽ ഓർക്കുക, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ എടുത്താൽ ഇതാർക്കാണ്? ഇന്ന് മക്കൾക്ക് വേണ്ടി വയറും മുറുക്കി കൊടുത്ത് പ്രാർത്ഥിച്ച് കരഞ്ഞ് ഞങ്ങൾ കഷ്ടപ്പെട്ടതുപോലെ മക്കൾ കഷ്ടപ്പെടരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് മാതാപിതാക്കൾ അവർക്ക് വേണ്ടി സുഭിക്ഷമായി എല്ലാം കരുതി വച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് കരുതി വെച്ച സ്നേഹത്തെ, കരുതി വെച്ച കരങ്ങളെ, കരുതി വെച്ച ഹൃദയങ്ങളെ, കരുതി വെച്ച സ്നേഹത്തെ തച്ചുടയ്ക്കുന്ന മക്കൾ ഇന്ന് സമൂഹത്തിൽ പെരുകി വരുന്നു. ഒരു 10 വർഷത്തിന് മുൻപൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും വലിയ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഡൽഹിയിലോ അല്ലെങ്കിൽ ആസാമിലോ അങ്ങനെയുള്ള പ്രദേശമാണ്. അപ്പോൾ നാം എന്തെന്ന് പറഞ്ഞു? അതങ്ങല്ലേ, അല്ലേ, എങ്ങല്ലേ, അതങ്ങല്ലേ. ഇപ്പോൾ ഇങ്ങ് വന്നു. എവിടെ വന്നു? വെള്ളറുടെയിലും വന്നു. എന്താ സാത്താൻ സേവ? പിന്നെ പറയണ്ട, ഞാൻ അതിലേക്ക് പോകുന്നില്ല, വിഷയമല്ലാത്തത് കൊണ്ട് പോകുന്നല്ല. പ്രിയപ്പെട്ടവർ ഓർക്കുക, നാം ദൈവത്തെ അന്വേഷിക്കുക, തലമുറകൾക്ക് വേണ്ടി നാം അത് കൈമാറ്റം ചെയ്യുക. നാം ആമോനെ പോലെ കൈമാറ്റം ചെയ്യുവാനല്ല, മനസ്സെ പോലെ ആമോനെ ഏൽപ്പിച്ചത് ദൈവ നിയോഗത്തിന് വിപരീതമായി നിയോഗിക്കുവാനായിട്ടല്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നിയോഗിക്കുന്നത് യോശിയാവിനെ പോലെ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ടാണ്. ഓർക്കുക, നമ്മുടെ പണ്ടത്തെ ഒരു 10-20 വർഷത്തിന് മുന്നേ നോക്കിക്കേ, മിഷൻ വയലുകൾ ഒന്ന് ചെന്ന് നോക്കിക്കേ, 24-25 കിലോമീറ്റർ പ്രത്യേകിച്ച് വനത്തിന്റെ ഉൾഭാഗങ്ങളിലൂടെ വന്യജീവികളെ പേടിച്ചു പോലും അവർ ഭയപ്പെട്ട് അവിടെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമുള്ള ഭക്ഷണങ്ങളുമായി പ്രത്യേകിച്ച് അരിസാധനങ്ങളുമായി വന്ന് അവർ ദൈവത്തെ ആരാധിച്ചു മടങ്ങിപ്പോകുമ്പോൾ എത്രയോ ദിവസങ്ങൾ കഴിയും അവിടെ ഗ്രാമത്തിലേക്ക് എത്തുവാൻ. റോഡ് മാർഗമില്ല, വഴികളില്ല. ഏതെങ്കിലും വഴി തെറ്റാൽ മറ്റൊരു ഗ്രാമത്തിലേക്കൊക്കെ ചെന്ന് അകപ്പെട്ടു പോകും. പക്ഷേ ദൈവം അവരോട് തുണയായി അവരെ അനുഗ്രഹിച്ച് എത്തിച്ചേരുന്ന ഇടങ്ങളിൽ എത്തിച്ചേരും. 24-25 കിലോമീറ്ററുള്ള മണലാരണ്യങ്ങളിലൂടെ വനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഭക്ഷണമില്ല. ഞാനും അകപ്പെട്ടു പോയിട്ടുണ്ട്. അതെ, ആ ഒരു യവനത്തിന്റെ തുടുപ്പ് കൊണ്ട് ഞാൻ മിഷൻ വേലയിലായിരിക്കുമ്പോൾ സൈക്കിൾ ചവിട്ടി കടന്നുപോയി. 24 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ നിൽക്കുന്ന ഇടത്തു നിന്നും ആ ഗ്രാമത്തിലേക്ക് സുവിശേഷം അറിയിക്കുവാൻ കടന്നു പോകേണ്ടുന്നത് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വായിൽ നിന്നും നുരയും പതയും വന്നു. അണ്ണാക്കൊക്കെ മുറിഞ്ഞു പോയി. ചുവയോടുകൂടെ വീണ്ടും സൈക്കിൾ അവിടെ വീണ്ടും ഉണ്ട് 19 കിലോമീറ്റർ.
പ്രിയപ്പെട്ടവരെ, ഈ മരുന്നടിച്ച് കിടക്കുന്ന, പ്രത്യേകിച്ച് വയലേലകളിൽ നിന്നും അല്പം വെള്ളം കുടിച്ച് വീണ്ടും ഇങ്ങനെ സൈക്കിൾ ചവിട്ടും, വീണ്ടും അടുത്ത് ഇടയ്ക്ക് ഏതെങ്കിലും നമ്മുടെ സഭകളുണ്ട് എങ്കിൽ ശുശ്രൂഷകരോട് വിളിച്ചു പറഞ്ഞാൽ കുറച്ച് ചായ ഇട്ട് വയ്ക്കുമെന്ന് പറഞ്ഞാൽ ചെറിയ ഗ്ലാസ്സിൽ ചായയിൽ 1/2 ഗ്ലാസ് പഞ്ചസാരയും അല്പം തേയിലപ്പൊടിയും അല്പം പാലും ഒഴിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ, ചവച്ചു കുടിക്കാം. പക്ഷേ അതിനു മുൻപ് വലിയൊരു പാത്രത്തിൽ അവർ വെള്ളം കുടിക്കാൻ തരും. ഇതും കുടിച്ച് വീണ്ടും ചവിട്ടുകയാണ്. വനത്തിനകത്തേക്ക് കയറി ചെന്നാലോ അവിടെ വേറൊന്നുമില്ല, വിശപ്പിന് വേണ്ടി കഴിക്കാനോ അതോട് ഒന്നൊരു സൗകര്യവുമില്ല. പക്ഷേ ഉള്ളത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കാട്ടുനെല്ലിക്കയുണ്ട്, 2 അരുവികളിലൂടെ ചെറുനൂലുകളായി വരുന്ന പച്ചവെള്ളവും കുടിക്കും. ഇതും കുടിച്ച് വീണ്ടും ചവിട്ടി അവിടെ പോയി എത്തിയത് മാത്രം അറിയാം. അത്ര മാത്രമേ പിറ്റേന്നാണ് ആ ക്ഷീണം മാറി എഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഇന്ന് നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, ഒരു വാഹനത്തിന് പകരം എത്രയോ വാഹനങ്ങളുണ്ട്. എന്തേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ അന്വേഷിക്കുവാൻ കഴിയാത്തത്, നമ്മുടെ തലമുറകൾ ദൈവത്തെ അന്വേഷിക്കാത്തത് ഞാനും നിങ്ങളും കൊടുത്ത ഉപദേശത്തിന്റെ കുറവുകൾ മൂലമാണോ? ഒന്ന് തിരിഞ്ഞു നോക്കുക, തിരിഞ്ഞു വരിക, യോശിയാവിനെ പോലെ ദൈവത്തെ അന്വേഷിക്കുക. അതേ കർത്താവ് പറഞ്ഞത്, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദമസ്കോസിൽ വെച്ച് ശൗൽ മാനസാന്തരപ്പെടുന്നുണ്ട്. അവന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ കണ്ടുമുട്ടി. എത്രമാത്രം എരിവുകാരനായി അവൻ പ്രവർത്തിച്ചുവോ അതിനേക്കാൾ എരിവോടുകൂടെ ദൈവനാമ മഹത്വത്തിനായി ദൈവത്തെ അന്വേഷിച്ചവൻ. അതേ ശൗലെന്ന വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ ഇടയായി തീരും. അതുകൊണ്ട് മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം ഞാൻ പറഞ്ഞ ആ ഭാഗം നിർത്തട്ടെ. എന്നാൽ നിങ്ങൾ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. എന്ത് ചെയ്യണം? ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ചിക്കൻ്റെ പുറകെ പോകാനായിട്ടാണോ? കഴിക്കണ്ടെന്നുള്ളതല്ല, കഴിക്കണം. പക്ഷേ ഇന്ന് ഈ ചിക്കനൊക്കെ കഴിച്ച് ഇന്ന് ഈ ചിക്കനെ പോലെയാണ്. കഴിച്ചു കഴിഞ്ഞാൽ കിടന്ന് പിന്നെ എണീറ്റ് എന്നെ നടന്ന് അതുപോലെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആയാസമില്ല. നാം ദൈവത്തെ ആരാധിക്കും. ഇന്ന് കരങ്ങളടിച്ച് പാടാനായിട്ട് ഞാൻ പറഞ്ഞാൽ എത്ര പേര് കൈയടിച്ച് പാട്ട് പാടും? ഞാനിവിടെ ശ്രദ്ധിക്കായിരുന്നു അല്ലേ? ഇന്നാലും വയ്യ ഈ ചിറകടിക്കും പോലെ അല്ലേ? ഈ കൈയടിക്കുന്നതിന് ഒരു എന്താ പറയുന്ന ഒരു സ്പിരിച്വലായും ഹെൽത്ത്പരമായിട്ടൊരു അനുഗ്രഹമുണ്ട്. ഒന്ന്, നമ്മുടെ ഈ ജോയിന്റ്സിന് എന്ത് ചെയ്യും? ഒരു ആയാസം ലഭിക്കും. നമ്മുടെ ഹൃദയത്തിന് എന്ത് ചെയ്യും? ഒരു പവർ ലഭിക്കും. ദൈവത്തെ പാടി സ്തുതിക്കുവാൻ നമ്മുടെ നാവിന് എന്ത് കിട്ടും? ഒരു അനുഗ്രഹത്തെ കിട്ടും. അതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്ന കരങ്ങളടിച്ച് അത്യുച്ചനാദത്തോടെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ പാടി ദൈവത്തെ ആരാധിക്കുന്നത് പെന്തക്കോസ്തുകാർക്ക് മാത്രമല്ല എന്ന് ഈ രാത്രിക്കാർ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. മറിച്ച് CSCക്കാരനും ഏത് സഭാവിഭാഗമായിരുന്നാലും യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ഏതൊരു വ്യക്തിക്കും ഈ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയണം എന്നുള്ളത്. അതുകൊണ്ട് ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ആദ്യം നമുക്ക് മറ്റൊന്നും നാം അന്വേഷിച്ചാലും നമുക്കൊരു സന്തോഷം ലഭിക്കുകയില്ല. അല്പം മയക്കുമരുന്ന് ലഭിച്ച് അതിന് MDMA കാര്യം പറയുന്നത്, പഞ്ചസാര തരിയുടെ 2 തരി ഒന്ന് വായിലിട്ടാൽ 24 മണിക്കൂർ അതിന് കപ്പാസിറ്റി ഉണ്ടാകും. അത് നമ്മുടെ ശരീരത്തെ ഇങ്ങനെ വൈബ്രന്റ് ആയിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നാളത്തെ ദിവസം 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അത് ലഭിച്ചില്ല എങ്കിലാണ് ഇങ്ങനെയുള്ള അക്രമാസക്തമായി തീർന്ന് കൊലപാതകങ്ങൾ അരങ്ങേറുന്ന. ഒരു മകൻ 5 പേരെ അടിച്ചു കൊന്നിട്ടും അവൻ ഒരു പോകാൻ പറയില്ല. അവന് ചിക്കനും എന്താ പറയുന്നത്, ഇപ്പൊ ഒന്നുകൊള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ തൂങ്ങി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇറച്ചിയുണ്ടല്ലോ, അൽഫാനോ, അതൊക്കെ മതിയെന്നാ പറയുന്നത്. ഗവൺമെന്റും പറയുന്നെന്താ, അവർക്ക് ഒരു ജയിൽ ടൂറിസം അല്ലേ, ഇനി അതും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ളവന്മാര് ദാഹിച്ച വെള്ളം പോലും കൊടുക്കാതെ ഒരാഴ്ച ഇട്ടിരിക്കണം. ഇട്ട് പരിശോധിച്ചതിന് ശേഷം അവൻ മാനസാന്തരപ്പെടുമോ എന്ന് നോക്കിയതിന് ശേഷമേ അടുത്തുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഒരാഴ്ചക്കാലം ഒന്നും കൊടുക്കരുത്. ഇന്ന് ഗവൺമെന്റ് പറയുന്നത് മട്ടൻ അല്ലേ, ടൈം ടേബിളാണ്. ഞങ്ങളൊക്കെ കണ്ണമൂല സെമിനാരിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട് സമയാസമയം ആഹാരം. രാവിലെ 6 മണിക്ക് ചായ, 10 മണിക്ക് ചായ, അടുത്ത് അടുത്ത് 8 മണിക്ക് ഇതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച് തുടങ്ങി 4 മണിക്ക് ചായ, അടുത്ത് രാത്രിയും ചെയ്ത് ഇതെല്ലാം കൃത്യമാണ്. കിട്ടിക്കഴിഞ്ഞ ഒരു ദിവസം
എന്താ പറയുക, നല്ല തടിച്ച് ഉരുണ്ട് ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ അങ്ങനെയല്ല പ്രിയപ്പെട്ടവർക്ക്. ഓരോ ഷിബു എസ് നായർ 42 കേസിൽ പ്രതിയായ വ്യക്തി വീണ്ടും അവൻ പറഞ്ഞ അന്യഭാഷയൊക്കെ നമ്മൾ പോലും പേടിച്ചു പോകും അല്ലേ. എത്ര ശക്തമായിട്ടാണ് പറയുന്നല്ലേ. അപ്പോൾ ഇതൊരു ആ ഒരു പ്രവർത്തനത്തിലേക്ക് ഇന്ന് എങ്ങനെ അധ്വാനിക്കാതെ പണമുണ്ടാക്കാം, എങ്ങനെ അധ്വാനിക്കാതെ ജീവിക്കാമെന്ന് ഇന്ന് അതിന്റെ സെർച്ചിങ് നടക്കുന്ന കാലഘട്ടത്തിൽ യോശിയാവ് പറഞ്ഞത്, ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും, ഞാൻ എൻ്റെ ആലയത്തെ ശുദ്ധീകരിക്കും, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടങ്ങളെ അനുഗ്രഹത്തോടെ നയിക്കും, ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തെ ഞാൻ അന്വേഷിക്കും, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞാടുകളെ ഞാൻ അപ്രകാരം തന്നെ ദൈവത്തെ അന്വേഷിക്കുന്നവരായി അവരെ അനുഗ്രഹിക്കുമെന്ന് അവൻ തീരുമാനമെടുക്കുന്നു. അതുകൊണ്ടാണ് പറയുക, നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ എല്ലാം നമുക്ക് ലഭിക്കും. നിർത്തട്ടെ, 4ാമത്തെ ചിന്തയിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ദൈവിക ആലയത്തെ ശുദ്ധീകരിച്ചവൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവിക ആലയത്തെ ശുദ്ധീകരിച്ചവനാണ് യോശിയാവ്. അവൻ വന്നു പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 8-12 സംവത്സരങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ അവൻ ചെയ്തു. 12ാം ആണ്ടിൽ അവൻ പൂജാരികൾ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഞാൻ തുടരട്ടെ, അവിടെ ചെയ്യുകയാണ്. തുടർന്ന് അവൻ്റെ ജീവിതത്തിൽ എന്തിനാണ് തൻ്റെ അപ്പനെ നോക്കിയാലും ദൈവത്തിന് ഹിതകരമല്ലാത്ത പ്രവൃത്തി ചെയ്തിട്ടുണ്ടല്ലോ, അത് നോക്കിയാൽ പോരെ? ഇല്ല, അവനൊരു തീരുമാനമെടുത്തത്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവമാണ് എന്നെ നിയോഗിച്ചത്. അതുകൊണ്ട് എൻ്റെ ആലയവും പരിസരവും എൻ്റെ ഭവനവും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ ആലയത്തിലെ ഓരോ വ്യക്തി ജീവിതങ്ങളും അവർ അനുഗ്രഹമുള്ളവരായിരിക്കണം, അവർ നന്മയുള്ളവരായിരിക്കണം, അവർ ശുദ്ധിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം എന്നുള്ളത് അവിടെ കാണാനായിട്ട് ഇടയായി തീരും. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് കണ്ടുകിട്ടാതിരുന്ന അപ്പുപ്പൻ്റെ കാലം മുതൽ തുടങ്ങി അപ്പൻ്റെ കാലത്തിൽ അവശേഷിച്ച് മകൻ്റെ കാലഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കണ്ടുകിട്ടിയ ആ വേദപുസ്തക ചുരുടുകൾ അവൻ സകലരെയും, അവിടെ രാജാവ് വസ്ത്രം കീറുന്നുണ്ട്, പ്രിയപ്പെട്ടവർ കരയുന്നുണ്ട്, ഇത് വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്, അവർ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്കൊരു വ്യക്തിയെ കുറിച്ച് കാണാനായിട്ട് കഴിയും. ഇതുപോലെ ദൈവികാലയത്തെ ശുദ്ധീകരിച്ച ഒരു വ്യക്തി, സർവവ്യാപിയായ, സർവോന്നതനായ, സർവസ്നേഹിതനായ, സർവത്തിനും കാരണഭൂതനായ, ആദിയും അന്തവുമായ ഒരു സർവശക്തനായ ദൈവം യെരൂശലേം ദേവാലയത്തെ വീണ്ടും ശുദ്ധീകരിക്കുന്നുണ്ട്. അവിടെ നമുക്കറിയാം നടക്കുന്നത് യാഗങ്ങളാണ്. പഴയകാല ചരിത്രം നാം നോക്കുമ്പോൾ ഒരു വ്യക്തി പാപം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവന്റെ പാപത്തിനനുസരിച്ച വണ്ണം കുറുപ്രാവിനെയോ ആട്ടുകൊറ്റന്മാരെയോ കന്നുകാലികളെയോ ഒക്കെ അത് യാഗം അർപ്പിക്കേണ്ടതായിട്ടുണ്ട്. യാഗം അർപ്പിക്കുന്നത് ഏതെങ്കിലും മൃഗത്തെ കൊണ്ടുവന്ന് യാഗമർപ്പിക്കുവാൻ കഴിയുകയില്ല, ഏതെങ്കിലും പക്ഷികളെ കൊണ്ടുവന്ന് യാഗമർപ്പിക്കുവാൻ കഴിയുകയില്ല. അതിന് ഊനമില്ലാത്തതായിരിക്കണം. മോശയുടെ കൽപ്പന പ്രകാരം പറഞ്ഞിരിക്കുന്നത് പോലെ പ്രത്യേകിച്ച് അതിനൊരു വയസ്സുണ്ട്, ആ വയസ്സിനുള്ളിലുള്ളതായ മൃഗങ്ങളോ പക്ഷികളോ ആയിരിക്കണം. ഇങ്ങനെയുള്ളതാണ് യാഗമായി അർപ്പിക്കേണ്ടുന്നത്. പാവപ്പെട്ടവൻ ഒരു മൃഗത്തെയോ ഒരു ആട്ടുകൊറ്റനെയോ ഒരു പക്ഷിയെയോ വാങ്ങുവാൻ കാശില്ലാതെ തനിക്കുള്ളതിൽ വെച്ച് ഏറ്റവും മേത്തരമാകുന്ന മൃഗങ്ങളെയോ പക്ഷികളെയോ പറവുകളെയോ കൊണ്ടുവരുമ്പോൾ അവിടെയുണ്ടല്ലോ കുറച്ചുപേർ, എല്ലാം നിയന്ത്രിക്കുന്ന കുറച്ചുപേർ. ഈ നിയന്ത്രിക്കുന്നവൻ ഒന്ന് പുറകിലൂടെ ഇങ്ങനെ തലോടി നോക്കും, എന്നിട്ട് പറയും ഇതിന് ഊനമുണ്ട്. എന്തുണ്ട്? ഇതിന് കുറവുകളുണ്ട്, ഊനമുണ്ട്. അതുകൊണ്ട് ഇത് യാഗത്തിന് യോഗ്യമായ വസ്തുവല്ല. ഇത് പാവം ഇവിടെ കച്ചവടം ചെയ്യുന്ന ദേവാലയത്തിന് ചുറ്റും, ഇവിടെയുള്ള അല്ല, യെരൂശലേം ദേവാലയത്തിന് പുറത്തൊക്കെ കച്ചവടം ചെയ്യുന്ന ഒത്തിരി ധനവാന്മാരുണ്ട്. അവർ ഇതിന് 50 രൂപ കിട്ടുമായിരിക്കും, പക്ഷേ 5 രൂപ വാങ്ങി ഇതിനെ വാങ്ങി നിർത്തും. അടുത്ത് വരുന്നതാരാണ്? ഒരു മുതലാളി വരും. അവന്റെ പാപം കഠിനമായ പാപമായിക്കൊള്ളട്ടെ, കഠിനമായ പാപം ചെയ്തവനാകും. ഇവൻ വന്നിട്ട്
ഈ വാങ്ങി നിർത്തിയ ആടിന് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 5 രൂപയ്ക്ക്. ഇത് 500 രൂപയ്ക്ക് ഈ ധനവാൻ വാങ്ങും. നേരത്തെ എന്തുള്ള മൃഗമായിരുന്നു? ഊനമുള്ള മൃഗമായിരുന്നു. ഈ ധനവാൻ വന്ന് വാങ്ങി നേരെ അടുക്കലേക്ക് യാഗസ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ ഈ മൃഗത്തിന് പിന്നെ ഈ ഊനമില്ല. ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചിച്ചും കൊണ്ട് ഉള്ള ഒരു വലിയൊരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ആണ് യേശു കർത്താവ് ഇറങ്ങിച്ചെന്നത്. അത് കണ്ടിട്ട് മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ലാതെ ആയിരിക്കണം യേശു കർത്താവ് ഇവിടെ യെരൂശലേം ദേവാലയത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവൻ വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും എല്ലാം അവൻ അടിച്ചു പുറത്താക്കി. പൊൻവാണിപോക്കാരെയും പ്രാവുകൾ വിൽക്കുന്നവരെയും എല്ലാവരും അവൻ അടിച്ചു പുറത്താക്കി. അവൻ ആലയത്തെ ശുദ്ധീകരണം ചെയ്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള ഒരു വർഷക്കാലമാണ് 45-ാം ഈ സഭാദിനത്തിൽ. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വന്നാൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുമോ? അതോ കുറവുള്ളതായി വീണ്ടും ഞാനും നിങ്ങളും ജീവിക്കുമോ എന്നുള്ളത് ഒന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കുക. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആസായുടെ ദേവാലയ ശുദ്ധീകരണത്തെ കുറിച്ചും അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരും എന്നത് നാം ഓർക്കുക. മത്തായി സുവിശേഷം 21:13 വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ ആലയം പ്രാർത്ഥനാലയം. കർത്താവായ യേശു ക്രിസ്തു ജനത്തിന് നടുവിൽ നിന്നുകൊണ്ട് അടിച്ചു പുറത്താക്കി വിശുദ്ധീകരിച്ചിട്ട് വിളിച്ചു പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ ആലയം പ്രാർത്ഥനാലയം, സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം. അതിൽ കനാന്യനെന്നോ ഹിത്യനെന്നോ ഹിവ്യരെന്നോ യെബൂസ്യരെന്നോ മറ്റുള്ള ഒരു ജാതിക്കാരനോ എന്ന് വ്യത്യാസമില്ലാതെ സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമായി യേശു കർത്താവ് യെരൂശലേം ദേവാലയത്തെ ശുദ്ധീകരിച്ചു. പഴയ നിയമത്തിൽ യോശിയാവ് ഒരു ക്രിസ്തുവാണ് എങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശു കർത്താവ് ആലയത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് അവിടെ ശുശ്രൂഷകൾ നിർവഹിക്കുക അത്രേ ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മോട് തന്നെ ഈ രാത്രികാലം ഒന്ന് ചോദിച്ചാട്ടെ. കഴിഞ്ഞ ദിവസവും നാം ഉപദേശങ്ങൾ കേട്ടോ, വചനത്തെ കേട്ടോ. ഈ രാത്രികാലം നമ്മോടൊന്ന് ചോദിച്ചാട്ടെ, എൻ്റെ ഹൃദയമാകുന്ന ആലയത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പുറത്തു കളയുവാൻ, ആ ചിന്തകളെ പുറത്തു കളയുവാൻ, മറ്റുള്ളവനെ ഉപദ്രവിക്കണമെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ അതിനെ പുറത്തു കളയുവാൻ, മ്ലേച്ഛതകളും ഒക്കെയുള്ള പാപങ്ങളും പാപത്തിന്റെ പ്രവൃത്തികളും പുറത്തു കളയുവാൻ ഈ 45-ാം സഭാവാർഷികത്തിൽ കർത്താവ് ഈ 2-ാം ദിനരാത്രിയിൽ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്: പുറത്തു കളയി, നീ പുറത്തു കളയി. കാരണം എന്തെന്നറിയാമോ? എന്റെയും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, അവൻ നെടുംതൂണായി നെറുകയും കുറുകയും അവൻ നമ്മോടൊപ്പം നിൽക്കുകയാണ്. ആ കാൽവരി കൊലമരത്തിലേക്കൊന്ന് നോക്കുമ്പോൾ 3 ആണിമേൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി അതേ മരിച്ച് ആ ചോരത്തുകളെ ഒലിച്ചു നിൽക്കുമ്പോൾ കർത്താവിന്റെ കുരിശിനരികിലേക്ക് അമ്മമാർ വന്ന്, സഹോദരിമാർ വന്നപ്പോൾ വിളിച്ചു പറയുന്നു: അല്ലയോ യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്ത് ആ വാക്കിനാണ് അർത്ഥം, ആ വാക്കിനാണ് ഇന്നത്തെ പ്രസക്തി. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവിൻ, നിങ്ങളെ ചൊല്ലിയും നിങ്ങളുടെ മക്കളെ ചൊല്ലിയും കരവിൻ. ഇന്ന് എത്രയോ അമ്മമാര്, സഹോദരിമാരാണ് ദിനംപ്രതിയായി കൊലപാതകങ്ങളിലൂടെ നടന്നു പോകുന്നത്, കൊലപാതകങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. എത്രയോ പ്രിയപ്പെട്ടവർ ഒന്ന് ഓർത്തു നോക്കിക്കേ. പ്രിയപ്പെട്ടവർ ഓർക്കുക, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും എന്ന് പറഞ്ഞാൽ സുരക്ഷിതരല്ല എന്നുള്ള മുന്നറിയിപ്പുകൾ കർത്താവാം ദൈവം അത് 2000 വർഷങ്ങൾക്ക് മുൻപ് അത് വിളിച്ചു പറഞ്ഞുവെങ്കിൽ ഇന്നത് അന്വർത്ഥമായി കൊണ്ടിരിക്കുന്നു. ആകാത്തൊരു കാലഘട്ടം, വല്ലാത്തൊരു കാലഘട്ടത്തിലായിരിക്കുമ്പോൾ സ്വർഗീയ ജനമേ, എന്നോട് നിങ്ങൾ വിളിച്ചു പറയുന്നത് അത് എൻ്റെ ആലയം, പ്രാർത്ഥനാലയം. ഇത് പ്രാർത്ഥനയ്ക്കുള്ള ആലയമാണ്, ഇത് പ്രാർത്ഥനയ്ക്കുള്ള ആലയമാണ്. ഇവിടെ മസിലിന്റെയും വാക്കിന്റെയും സംസാരത്തിന്റെയും അതോടൊപ്പം ധനത്തിന്റെയും ഒന്നിന്റെയും ഒരു മസിൽ പിടുത്തമല്ല, മറിച്ച് താഴ്മയോടെ വിനയത്തോടെ ചുങ്കക്കാരൻ ദൂരത്ത് നിന്ന് മാറത്തടിച്ച് നിലവിളിച്ച് കർത്താവിന്റെ ദേവാലയത്തിലേക്ക് കയറി വന്നതുപോലെ
എന്റെയും നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ആലയത്തിന് പുറത്തു നിന്നുണ്ടായി ആലയത്തിലേക്ക് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ യോശിയാവ് പറയുന്നത്, ആലയത്തെ ശുദ്ധീകരിക്കുക. നിന്റെ ആലയത്തെ, നിന്റെ ഭവനത്തെ, നിന്റെ ഹൃദയത്തെ, നിന്നെ തന്നെ നീ ശുദ്ധീകരിക്കുക. എങ്കിലൊരു വിടുതലുണ്ടാകും, ഒരു അനുഗ്രഹമുണ്ടാകും നിശ്ചയം. പ്രിയപ്പെട്ട ദൈവമക്കളെ, യോശിയാവ് നമ്മെ ഓർമ്മപ്പെടുത്തിയത് ദൈവിക പദ്ധതി സോമനസ്സോടെ സ്വീകരിച്ചവൻ, ദൈവിക ആലോചന കേട്ടവൻ, ദൈവത്തെ അന്വേഷിച്ചവൻ, ദൈവിക ആലയത്തെ ശുദ്ധീകരിച്ചവൻ. അങ്ങനെയെങ്കിൽ ഈ 45-ാം സഭാവാർഷിക 2-ാം ദിന കൺവെൻഷനിൽ എനിക്കും നിങ്ങളോട് പറയുവാനുള്ള ഈ 4 സന്ദേശം നിങ്ങളുടെ ജീവിതങ്ങളിൽ മറന്നു പോകരുത്. ഹൃദ്യസ്ഥമാക്കി വെച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ, അനുഗ്രഹത്തോടെ, ദൈവകൃപയോടെ, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് യഹോവ എത്ര നല്ലവൻ, എത്ര വല്ലവനെന്ന് ഉറക്കെ പാടുവാൻ, ഉറക്കെ ദൈവത്തെ സ്തുതിക്കുവാൻ, ഉറക്കെ ദൈവത്തിന് സ്തോത്രം കരേറ്റുവാൻ കഴിയുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഉപസംഹരിക്കുന്നു. ഇപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്തുവാൻ, നമ്മെ തന്നെ വിനയപ്പെടുത്തുവാൻ, നമ്മുടെ കുറവുകളൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ അർത്ഥശൂന്യമായ ഇടങ്ങളിൽ നിന്നും അർത്ഥമുള്ള ഒരു ജീവിതത്തിലേക്ക് അടുത്തു വരുവാൻ, ദൈവത്തെ ഇതുവരെയും അന്വേഷിച്ചില്ല എങ്കിൽ, കണ്ടെത്തിയില്ല എങ്കിൽ, ഈ രാത്രികാലം കണ്ടെത്തുന്ന ഒരു രാത്രികാലം ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിൽ വെച്ചാകാം, ഒരുപക്ഷെ നമ്മുടെ ദേവാലയത്തിൽ വെച്ചു ആകാം, ഒരുപക്ഷെ നമ്മുടെ ജീവിത പ്രവർത്തന മേഖലകളിലൂടെ ആകാം, ഏതെങ്കിലും മനുഷ്യ സംഭവങ്ങളിലൂടെയോ പ്രവർത്തനങ്ങളിലൂടെയോ ഒക്കെ ആകാം. നമുക്ക് ഈ രാത്രികാലം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിനയപ്പെട്ട ദൈവത്തോട് നമുക്ക് നമ്മെ തന്നെ അർപ്പിച്ചുകൊണ്ട്, നമ്മെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഹല്ലേലൂയ എല്ലാവരുടെ വായ്കളെ തുറന്ന് കർത്താവായ ദൈവത്തിന് മഹത്വം നൽകി, കർത്താവായ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചപ്പ ഒരു യോശിയാവിനെ പോലെ, ഒരു യോശിയാവിനെ പോലെ അപ്പനെന്നെ തെരഞ്ഞെടുക്കണമേ. അവിടുത്തെ ശുശ്രൂഷകൾ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ആ ശുശ്രൂഷകളെ ചെയ്യുവാൻ അപ്പനെന്നെ സഹായിക്കണമേ എന്ന് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ഹല്ലേലൂയ 45-ാം സഭാദിനം ഏറെ അർത്ഥവത്തായി തീരുവാൻ ഇടവക ശുശ്രൂഷകനായിരിക്കുന്ന ഹല്ലേലൂയ യേശുദാസനായ കുടുംബത്തിനായി, അതോടൊപ്പം തന്നെ ഹല്ലേലൂയ തങ്കരാജ് സാറിനായി കുടുംബ അംഗങ്ങൾക്കായി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഇടവക കമ്മിറ്റി അംഗങ്ങൾക്കായി, എല്ലാ സംഘാടകർക്കായി, ശ്രീ യേശു വിജയം പാട്ടുകാര എന്ന പ്രാർത്ഥന ഗ്രഹാലലിയ ടീമിനായി, പ്രാർത്ഥനാലയത്തിനായി, അഭിമന്യ പ്രിയ പിതാവിനായി, ഇവിടെ ഹല്ലേലൂയ ഗാനങ്ങൾ ആലപിക്കുന്ന, പ്രത്യേകിച്ച് സിസ്റ്റർക്രമീകരിക്കുന്ന എല്ലാ ദൈവമക്കളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് നമുക്ക് യാചിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദിയോടെ സ്തോത്രം, യേശുവേ നന്ദിയോടെ സ്തോത്രം. അപ്പ ഈ രാത്രികാലം കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവേ, രാത്രികാലം ഞങ്ങളുടെ വേദനകളെ മാറ്റിത്തരണമേ, ഞങ്ങളുടെ ഭാരങ്ങളെ മാറ്റിത്തരണമേ, ഞങ്ങളുടെ പ്രതികൂലങ്ങളെ മാറ്റിത്തരണമേ. ഞങ്ങൾ സ്വാതന്ത്ര്യത്തോടെ അപ്പനെ ആരാധിക്കുവാനുള്ള എല്ലാ ദൈവകൃപയും അവിടുന്ന് പകരുമാറാകണമേ എന്ന് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, എല്ലാവർക്കും ദൈവത്തോട് യാചിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാവുന്ന ഗാനം കരങ്ങളെ അടിച്ച് പാടി, അതെ ഹല്ലേലൂയ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഹല്ലേലൂയ, അത് നമുക്ക് ഉത്സാഹത്തോടെ അനുഗ്രഹത്തോടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും മാറ്റി നിർത്തി നമുക്ക് ഒരുമിച്ച് ദൈവിക തിരുസന്നിധിയിൽ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്ന് ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ എന്ന ഗാനം പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം നൽകാം. മറ്റുള്ള എല്ലാ ചിന്തകളും മാറട്ടെ, എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അപ്പ അവിടുത്തെ കൃപയാൽ എല്ലാവരും ഒരുക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. യോശിയാവ് നമുക്ക് മാതൃകയായി, ഹല്ലേലൂയ, യേശു നമുക്ക് മാതൃകയായി, യേശു നമ്മുടെ ഹല്ലേലൂയ ആരാധന യോഗ്യനായ ദൈവമായി നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
സന്തോഷം കൊണ്ടാനന്ദിപ്പാം, എല്ലാവരും ചേർന്ന് കൊണ്ടാനന്ദിപ്പാം. ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ് ഇന്നു ഇവിടെ, ദൈവത്തിന്റെ തേജസ് ഇന്നു ഇവിടെ. പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. അന്ധകാരം മാറും, അന്ധകാരം മാറും. ദൈവത്തിന്റെ ആത്മാവുണ്ടാകുന്നു, ദൈവത്തിന്റെ ആത്മാവുണ്ടാകുന്നു. ലോകത്തിൽ ഞാൻ ചെയ്തു നിൽക്കാതെ, ലോകത്തിൽ ഞാൻ ചെയ്തു നിൽക്കാതെ. എന്റെ രക്ഷകനാമേശ്വരൻ ഞാൻ ആശ്രയിച്ചിടും, എന്റെ രക്ഷകനാമേശ്വരൻ ഞാൻ ആശ്രയിച്ചിടും. സന്തോഷം കൊണ്ടാനന്ദിപ്പാം, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. സന്തോഷം കൊണ്ടാനന്ദിപ്പാം, സന്തോഷം കൊണ്ടാനന്ദിപ്പാം, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ അത്ഭുത ശക്തി. ഹല്ലേലൂയ. ദൈവികമായ പരിശുദ്ധാത്മാവിന്റെ കൃപ, ദൈവികമായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ രാത്രികാലം ഓരോ വ്യക്തികളുടെ മേലും അവിടുന്ന് മാരി പോലെ ഇറങ്ങി, അവിടുന്ന് സ്വാതന്ത്ര്യത്തോടെ ആലയത്തിന് പുറത്തു പോയി ദൈവത്തിന് മഹത്വം നൽകുവാൻ, ഭവനങ്ങളിൽ പോയി ദൈവത്തെ മഹത്വം കൊടുക്കുവാൻ സ്വർഗീയ ദൈവം അവിടുന്ന് കൃപയാൽ ഒരുക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ഇടവകയെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. ദൈവം ഇതുവരെ അനുഗ്രഹിച്ചുവല്ലോ, ഇതുവരെ ആശീർവദിച്ചുവല്ലോ. സ്വർഗീയമായ സാന്നിധ്യത്താൽ സകല കുടുംബങ്ങളും, സകല കുടുംബങ്ങളും, സകല വ്യക്തി ജീവിതങ്ങളും യേശുക്രിസ്തുവിൻ നാമത്തിൽ, യേശുക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹമുണ്ടാകുവാൻ അപ്പ അവിടുത്തെ കൃപയോടെ, കൃപയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ അവിടുത്തെ കൃപയാൽ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, എല്ലാ വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കണമേ. ദുഷ്ടാത്മ ശക്തികൾ മാറിപ്പോകട്ടപ്പ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമം ഈ ദേശത്തിൽ ഉയർത്തപ്പെടുവാൻ, യേശുവിന്റെ നാമം ഈ ദേശത്തിൽ ഉയർത്തപ്പെടുവാൻ, യേശുവിന്റെ നാമം ഈ സഭയിൽ ഉയർത്തപ്പെടുവാൻ, ഈ സഭയിലൂടെ കർത്താവെ ഈ ദേശത്തിൽ ഉയർത്തപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യുന്ന എല്ലാ കൃപകൾക്കായി നന്ദിയപ്പ. നന്ദിയോടങ്ങേക്ക് സ്തോത്രം. സഭാധ്യക്ഷനായി, കുടുംബത്തിനായി, അവിടെ ശുശ്രൂഷകൾക്കായി, ഇടവക കമ്മിറ്റി അംഗങ്ങൾക്കായി, എല്ലാ പ്രിയപ്പെട്ടവർക്കായി, എല്ലാ സംഘടനാ ഭാരവാഹികൾക്കായി, പ്രിയപ്പെട്ടവർക്കായി, എല്ലാ കുടുംബാംഗങ്ങൾക്കായി, വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കായി, തൊഴിൽ മേഖലകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി, കർത്താവ് ഔദ്യോഗിക മേഖലയായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, വ്യാപാരങ്ങൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരായി, തുടങ്ങിയ വാഹനങ്ങൾ ഒട്ടിക്കുന്ന പ്രിയപ്പെട്ടവരായി, ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ ഏറെ അധ്വാനിച്ചുകൊണ്ട്, ഏറെ നന്മകൾ അനുഭവിച്ചുകൊണ്ട് ശുശ്രൂഷകൾക്കായി കർത്താവെ അവിടുന്ന് ഒരുക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശ്രീ യേശു വിജയം പ്രാർത്ഥനാലയത്തിനായി പ്രാർത്ഥിക്കുന്നു, സ്നേഹമുള്ള പശുരായി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് ശക്തീകരിക്കണമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് അവിടുന്ന് സമ്പന്നമാക്കണം. കർത്താവെ കടന്നു വന്നിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കായി, ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവർക്കായി, സിസ്റ്റം ക്രമീകരിക്കുന്നവർക്കായി, ഗായിക സംഘാംഗങ്ങൾക്കായി എല്ലാവരും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നപ്പ കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങൾ, കൗമാരക്കാർ, യൗവനക്കാർ, മാതാപിതാക്കൾ, വാർദ്ധക്യ മാതാപിതാക്കൾ എല്ലാവരെയും യേശുപ്പൻ അവിടെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ നാമത്തിൽ അപ്പ ഈ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമായി ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന
ആലയമായി അപ്പനവിടെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. യോശിയാവിനെ പോലെ കർത്താവെ ഓരോ വ്യക്തി ജീവിതങ്ങളും അപ്പനെ മഹത്വപ്പെടുത്തുവാൻ, അപ്പനെ സ്തുതിക്കുവാൻ കർത്താവെ കൃപയാൽ അവിടെ ഒരുക്കണമേ. പ്രായത്തിലല്ല, പക്വതയിലല്ല, എന്നാൽ യേശു കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ആത്മീകമായിരിക്കുന്ന കൃപകൾക്കനുസരിച്ച് പ്രവർത്തിപ്പാനുള്ള എല്ലാ കൃപകളും നാഥൻ അവിടുന്ന് പകരണം. എല്ലാവരും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ദേശത്തെ ഓർക്കുന്നു പിതാവേ, ദേശനിവാസികളെ ഓർക്കുന്നു. എല്ലാവരും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ദൈവ കൃപയുടെ കരങ്ങൾ വഹിക്കണം. ഈ രാത്രികാലം ഞങ്ങളെ സമാധാനത്തോടെ അയക്കണം. കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച വചനദൂതനായി സ്തോത്രം. അത് ജീവിതങ്ങൾ ക്രിയ ചെയ്യട്ടെ കർത്താവേ, ജീവിതങ്ങൾ ക്രിയ ചെയ്യട്ടെ കർത്താവിന്റെ നാമത്തിൽ. അപ്പ അവിടെ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചയക്കുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചയക്കുന്നു. കർത്താവ് നിന്നെ കൂടെ ഇരുന്ന് അനുഗ്രഹിച്ചാലും യേശു മിശിഹ മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തര സംസർഗവും കൂട്ടായ്മയും കാവലും കാലാവസാനത്തോളം നിങ്ങളോടിരിക്കുമാറാകട്ടെ. ആമേൻ. ഞാനുറങ്ങാൻ പോകും മുൻപാ നിനക്കേകും നീരാ നന്ദിരന്നാ ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെക്കുമായി ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെ